അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞങ്ങളെ ഈ അൾത്താരയിൽ കയറ്റി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന്. ഞാൻ 2024 ജൂലൈ 1 തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ അനിയത്തി വഴിയാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞത്. ഞാൻ ആദ്യം UK പോകാൻ കുറേ വർഷങ്ങളായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ അനിയത്തി രമ്യ, അവൾ മാർച്ചിൽ വന്ന് ഉടമ്പടി എടുത്തതിൽ ആദ്യം എടുത്ത നിയോഗം എനിക്ക് UK പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരാഴ്ചയ്ക്കകം തന്നെ എനിക്ക് UK പോകാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ജൂലൈയിൽ നാട്ടിലെത്തി. കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ജൂലൈ 31 തീയതി ഞങ്ങൾ UK-യിലെത്തി. 3-4 ദിവസം റൂമിൻ്റെ കാര്യത്തിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാകുകയും അവിടെ ഒരു കാറ് വാങ്ങാൻ അനുവദിക്കുകയും പിന്നെ മോളുടെ സ്കൂള് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു അക്രൈസ്തവയാണ്. അപ്പം നമ്മൾ വളരെ പുതിയ കാര്യങ്ങളായിരുന്നു ഈ പ്രാർത്ഥനകളും എല്ലാം. അതിൻ്റെ ചിട്ടയായ രീതിയിൽ ഞങ്ങളവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷം എൻ്റെ കമ്പനി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിരുന്നു. അപ്പം അവിടെ വിസയ്ക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. അപ്പം എന്നോടൊപ്പം ജോലി ചെയ്ത 3 പേർക്കും വിസയ്ക്ക് പ്രശ്നങ്ങൾ വന്ന് ഞങ്ങൾക്ക് അവിടുന്ന് പുതിയ സ്പോൺസർഷിപ്പ് ജോബ് കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പം ഹസ്ബൻഡിന് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി വേറൊരു കമ്പനിയിൽ. അപ്പം ഞാൻ ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏപ്രിൽ 22 തീയതി 2025 ഗവൺമെൻറ്റിൽ നിന്നൊരു മെയിൽ വന്നു, നമ്മൾക്ക് ജൂൺ 22 വരെ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, അതിനുള്ളിൽ പുതിയ സ്പോൺസർഷിപ്പ് കണ്ടെത്തണമെന്ന്. ഞങ്ങൾ ഒരുപാട് ജോബ് നോക്കി. അപ്പം ജൂൺ 19 തീയതി ആയപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് ഒരു സ്പോൺസർഷിപ്പിൻ്റെ ഒരു ജോബ് ശരിയായി. അതിനുവേണ്ടി 22 തീയതിക്ക് മുമ്പ് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അപ്പം എങ്കിലും നമുക്ക് IELTS എഴുതിയെടുക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പം അദ്ദേഹം IELTS എഴുതാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി. ജൂലൈ 25 തീയതി ആദ്യത്തെ ശ്രമം ചെയ്തെങ്കിലും അത് പരാജയപ്പെട്ടു. അപ്പം ഓഗസ്റ്റ് 3 തീയതി ജോസഫ് അച്ഛൻ അവിടെ UK ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 തീയതി 4 തീയതിയും അച്ഛൻ്റെ 3 തീയതിയും അവിടെ 3 ദിവസം അച്ഛൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റി. അച്ഛൻ്റെ ബ്ലെസ്സിങ് ഡയറക്റ്റ് നമുക്ക് വാങ്ങാൻ പറ്റി. ആദ്യത്തെ തവണ തീർത്ഥാടന ഉടമ്പടിക്ക് ഇവിടെ വന്ന സമയത്ത് 1 മാസം ഉണ്ടെങ്കിലും നമുക്കന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം അവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കതൊരു വലിയ വിഷമമായിരുന്നു, അച്ഛൻ്റെ ബ്ലെസ്സിങ് നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന്. പക്ഷേ അച്ഛൻ അപ്രതീക്ഷിതമായി UK വരികയും ഞങ്ങൾക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് നേരിട്ട് കിട്ടുകയും അവിടെ തീർത്ഥാടന ഉടമ്പടി പുതുക്കാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്തു. അതിനുശേഷം ഓഗസ്റ്റ് 9 തീയതി ഹസ്ബൻഡിന് ഒരു സർജറി ഉണ്ടായിരുന്നു, അവിടെ ഹെർണിയയുടെ സർജറി. അതിനുശേഷം ഓഗസ്റ്റ് 22 തീയതി ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. 21 തീയതിയിലെ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോഴും 3 പ്രാവശ്യം എഴുതിയപ്പോഴും അദ്ദേഹത്തിന് IELTS ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 22 തീയതി ഡേറ്റ് കഴിഞ്ഞു പോകുമോയെന്ന് നമ്മൾ ഭയപ്പെട്ടിരുന്നു. പക്ഷേ എങ്കിലും മാതാവിൽ വിശ്വാസമുണ്ടായിരുന്നു. നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുന്ന ആളുകളാണല്ലോ, അപ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെ നമ്മൾ വിശ്വസിച്ച് പോന്നു. അതിൽ 4ാമത്തെ എക്സാമിന് റിസൾട്ടിൽ അദ്ദേഹത്തിന് എല്ലാം ക്ലിയർ ചെയ്യുകയും ആ ഡോക്യുമെൻറ്റ് 28 തീയതി ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് ബയോമെട്രിക്സിന് സെപ്റ്റംബർ 1 തീയതി കൊടുത്തു. 7 ദിവസത്തിനുള്ളിൽ 3 വർഷത്തെ വിസ മാതാവ് ഞങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്ത് തന്നു. 3 വർഷത്തെ UK വിസയിൽ ഹസ്ബൻഡിന് സ്പോൺസർഷിപ്പോട് കിട്ടുകയും ഞാനും മോളും അവിടെ ഡിപ്പെൻഡൻ്റായി ഞങ്ങൾക്ക് അവിടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. 9 ദിവസത്തിനുള്ളിൽ. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമായിട്ടായിരുന്നു നമുക്കത് മനസ്സിലായത്. കാരണം ഞാൻ എൻ്റെ വിസയിൽ അവിടെ പോയി, ഒരിക്കലും ഞാനൊരു ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ മാത്രമേ എനിക്കൊരു നല്ല ജോലിയിലേക്ക് എനിക്ക് കയറാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഒരിക്കലും അത് സാധ്യമാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം അതൊരു നടക്കാത്ത ഒരു കാര്യം മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തി തന്നു. ഈ ഉടമ്പടി ഇത്രയും പ്രോബ്ലംസ് നടക്കുമ്പം ഞാൻ ഏപ്രിൽ 22 തീയതി ആയിരുന്നു നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് മെയിൽ വന്നത്. ആ സമയം തൊട്ട് കഴിഞ്ഞ സെപ്റ്റംബർ 9 തീയതി എനിക്ക് വിസ വരുന്നിടം വരെ ഞാൻ ഒരു ദിവസം ഒരു നേരം മാത്രം രാത്രി മാത്രമേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. കാരണം അച്ഛൻ പല സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്യാനത്തിൽ, നമുക്ക് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും കൂടുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കൂടുതൽ ചെയ്യണം, എന്തൊക്കെ പ്രാർത്ഥനകൾ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചെയ്യണമെന്ന്. അപ്പം അതനുസരിച്ച് ഞാൻ മാതാവിൻ്റെ വണക്കമാസം മുതലാണ് ആദ്യം 1 മാസം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം എനിക്ക് തോന്നി മാതാവ് എനിക്ക് വിസ തന്നിട്ട് മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് രാത്രി മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളായിരുന്നു. പകൽ മൊത്തം ഉപവാസം എടുക്കുമായിരുന്നു.
അപ്പം അങ്ങനെ സെപ്റ്റംബർ 9 വിസ വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അതിന് ശേഷം 3 ദിവസം മാത്രം ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചത്. അച്ഛൻ്റെ ധ്യാനത്തിന് UK പോയ ആ 3 ദിവസം അവിടുത്തെ ഉച്ചഭക്ഷണം മാത്രമായിരുന്നു ഞാൻ കഴിച്ചിരുന്നത്. അപ്പം സെപ്റ്റംബർ 5 എല്ലാവർക്കും അറിയുന്ന പോലെ ഓണമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് ഇന്നെങ്കിലും ബയോമെട്രിക്സിന് കൊടുത്തിട്ട് ഇന്നെങ്കിലും എനിക്ക് വിസ കിട്ടുവാണെങ്കിൽ മാതാവിന് ഞാൻ ഓണസദ്യ വീട്ടിൽ ഒരുക്കി ഉച്ചവരെ കാത്തിരുന്നു അന്ന് വിസ കിട്ടുമെന്ന്. പക്ഷേ അന്നും വന്നില്ലായിരുന്നു. അപ്പോൾ അന്നും സദ്യ ഒരുക്കി അമ്മയ്ക്ക് വെച്ചിരുന്നെങ്കിലും ഞാൻ വൈകുന്നേരമാണ് ഞാനും ഏട്ടനും വൈകുന്നേരമായിരുന്നു ഭക്ഷണം കഴിച്ചത്, ഓണസദ്യ. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വിസ കിട്ടിയത്. അതിനുശേഷം അവിടെ ഒരു ഓണം പ്രോഗ്രാമിന് എല്ലാ വിഭവങ്ങളോടും കൂടി ഒരു സദ്യ, അത് കഴിഞ്ഞുള്ള ശനിയാഴ്ച എനിക്ക് കഴിക്കാൻ പറ്റി. ഓണസദ്യ അങ്ങനെയാണ് ഞാൻ കഴിച്ചത്. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. ഈ സമയത്ത് ഞാൻ കൂടുതൽ ചെയ്ത പ്രാർത്ഥനകൾ ജൂലൈ മാസം തൊട്ട് 1000 മണി കൊന്ത ഞാൻ ചൊല്ലാൻ തുടങ്ങിയിരുന്നു. അത് ജപമാല എനിക്ക് വലിയൊരു ബലമായിരുന്നു. ശരിക്കും വളരെ സ്ട്രെസ്സായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പോയിരുന്നെങ്കിലും മാതാവിനോടുള്ള പ്രാർത്ഥന കൊണ്ട് നമുക്ക് മനസ്സിന് ഭയങ്കര ബലം കിട്ടുന്നുണ്ടായിരുന്നു. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടായിരുന്നു നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഓരോ സാഹചര്യത്തിൽ വരുമ്പോഴും നമുക്ക് തോന്നും, ഓക്കെ അമ്മ എല്ലാം കരുതുന്നുണ്ട്, അമ്മയ്ക്കൊരു പ്ലാൻ ഉണ്ടാവും, അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു കരുതലുണ്ടാവുമെന്ന്. ഞാൻ വളരെ പ്ലാനോടുകൂടി കാര്യങ്ങൾ നടത്തുന്ന ഒരാളായിരുന്നു. നമുക്ക് UK പോയി ഇങ്ങനെ കാര്യങ്ങൾ വരും, അപ്പോൾ അത് മാതാവിനോട് പ്രാർത്ഥിക്കണം. ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ല എൻ്റെ ലൈഫിൽ നടന്നത്. ഞാൻ വിചാരിച്ചതിനേക്കാൾ വളരെ ഭംഗിയായിട്ട്, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് അമ്മ നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചു. ഈ കഴിഞ്ഞ 1 വർഷം ഞാൻ ജോലിക്ക് വേണ്ടി നോക്കി. അപ്പം ജാനുവരിയിൽ മാതാവിൻ്റെ ഒരു ഇൻഡ്യൂഷൻ വന്ന് ഞാൻ അവിടെ ഒരു കമ്പനി ഓപ്പൺ ചെയ്തു. ഞാൻ വർക്ക് ചെയ്ത ഒരു രീതിയിലുള്ള ഒരു കമ്പനി ഓപ്പൺ ചെയ്തു. അതിൽ നിന്ന് എനിക്കൊരു വർക്ക് വരാൻ തുടങ്ങി. അതിനുവേണ്ടി ഞാൻ ഡിപ്പെൻഡൻ്റ് ആയി നിന്നാൽ മാത്രമേ പറ്റത്തുള്ളായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു മാതാവ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് ജോബ് കൊടുത്തതും എന്നെ ഡിപ്പെൻഡൻ്റ് ആക്കിയതും. ഇന്ന് ഞങ്ങളിവിടെ സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങി. അതിന് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവിൽ സമർപ്പിക്കുന്നു. ഇന്ന് അമ്മ മാതാവ് എന്ത് കാര്യങ്ങളും നടത്തുന്നു, ചിന്തിപ്പിക്കുന്നു, മനസ്സിലാക്കി തരുന്നു, അതനുസരിച്ചാണ് ഞങ്ങളുടെ 3 പേരുടെയും ജീവിതം പോകുന്നത്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും അവിടെ ഫുഡ് കൊടുക്കുമായിരുന്നു. പിന്നെ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാൻ നാട്ടിൽ അമ്മയ്ക്ക് എല്ലാ ആഴ്ചയിലും 10 പേർക്ക് വീതം ഫുഡ് കൊടുക്കുന്ന രീതിയിൽ പൈസ അയച്ചു കൊടുക്കുകയും അമ്മ ഇവിടെ പൊതി വാങ്ങി കോട്ടയത്ത് കൊണ്ട് കൊടുക്കും. പിന്നെ ഒരു ഫാമിലിക്ക് കൃത്യമായ ഒരു എമൗണ്ട് നമ്മളെല്ലാ മാസവും അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടുന്ന് പത്രം അമ്മ വാങ്ങിച്ച് നമുക്കവിടെ കൊറിയർ ചെയ്ത് തരും. അപ്പം നമ്മളവിടെ എല്ലായിടത്തും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ ഞങ്ങൾ എല്ലായിടത്തും കൊണ്ട് കൊടുക്കും. ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും നമ്മളവിടെ എല്ലായിടത്തും കൊടുക്കും. ഈശോയ്ക്കും അമ്മ മാതാവിനും ഞങ്ങൾ ഇപ്പോൾ വന്നത് ഒരു 2 ആഴ്ചത്തേക്ക് മാത്രമാണ് വന്നത്. ഈ സാക്ഷ്യം പറയാനും പിന്നെ ജപമാല റാലിക്ക് വേണ്ടി പങ്കെടുക്കാൻ ഞങ്ങൾ 3 പേരും പങ്കെടുക്കാൻ കഴിഞ്ഞ 1 മാസമായിട്ട് നോയമ്പെടുത്ത് മോൾ ഉൾപ്പെടെ നോയമ്പെടുത്തിട്ട് ഞങ്ങൾ മാതാവിനോടുള്ള നന്ദി അറിയിക്കാനും ആ സന്തോഷത്തിൽ പങ്കുചേരാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ UK നിന്ന് വന്നത്. നേരിട്ട് ഇന്നലെ എത്തിയത്. ഇന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. ഈശോയ്ക്കും മാതാവിനും ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഈശോയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ഈ പുണ്യഭൂമിയിൽ നിൽക്കാൻ വളരെ സന്തോഷവും ബഹുമാനവും തോന്നുന്നു ഇവിടെ വന്ന് നിൽക്കുന്നതിൽ. എനിക്ക് കൂടുതലായെന്ന് പറയാം, രാജു ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നാലും ഒരു കാര്യം മാത്രമേ എനിക്ക് പ്രത്യേകം പറയാനുള്ളൂ. ജോസഫത്തിന് അവിടെ വന്ന സ്ഥിതിക്ക് എനിക്ക് ഹെർണിയയുടെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജോസഫിന് ഞാൻ നേരിട്ട് കണ്ടു. അപ്പോൾ ജോസഫിന് തൈലം തന്നിട്ട് എൻ്റെ ഈ തള്ളവരിൽ തൈലം തൊട്ടിട്ട് പറയും, നീ അവിടെ 8 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെയ്തിട്ട് കുരിശ് വരയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുപോലെ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് എനിക്ക് പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാനതിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ മാതാവിനോട് ചോദിച്ചു. അപ്പോൾ പിന്നെയാണ് എനിക്കത് മനസ്സിലായപ്പോൾ നമ്മൾ ഇവിടെ പ്രേയറിന് എന്തിനെന്ന് ചോദിക്കില്ല, ഞാൻ അത് നിന്റെ നന്മയ്ക്കായി കരുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതാണ് എനിക്ക് കറക്റ്റായിട്ടും എനിക്ക് ശരിക്കും ആ സർജറി നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ സർജറി ഒരു പേപ്പറാണ് എൻ്റെ വിസയ്ക്ക് കൊടുക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ടാണ് ആ സർജറി എൻ്റെ നടക്കേണ്ടി വന്നത്. 22-ാം തീയതി ജൂൺ 22-ാം തീയതി എൻ്റെ സർജറി നടക്കേണ്ടതിന് ഒരു ഓഗസ്റ്റിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ആ പേപ്പർ എനിക്ക് വളരെയധികം ആവശ്യമായിരുന്നു. വിസ സ്റ്റാമ്പിങ്ങിന് നമ്മൾ ഒരു കാരണവശാലും പിറുപിറുക്കേണ്ട കാര്യം, എന്തിനും അതിന് ഒരു ന്യായമുണ്ട്. കറക്റ്റ്. അതുകൊണ്ടാണ് എനിക്ക് ആ സർജറി നടക്കേണ്ട വന്നത്. ആ പേപ്പർ കിട്ടിയോണ്ട് മാത്രം വിസ സ്റ്റാമ്പ് ചെയ്യാൻ കറക്റ്റായിട്ട് സാധിക്കേണ്ടി വന്നു. അത്രമാത്രം എനിക്ക് പറയുന്നുള്ളൂ. വളരെയധികം നന്ദിയുണ്ട്. ഇവിടെ വന്ന് ഇനി ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കുമാറുണ്ട്. എല്ലാവർക്കും ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കുമാറുണ്ട്. സങ്കീർത്തനങ്ങൾ 37:5. നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക,
കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. രാജ്മോളും സനീഷും ഉടമ്പടി ജീവിതത്തിൻ്റെ അമ്മ മാതാവിൻ്റെ സംരക്ഷണം എങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കും എന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ശരിക്കും വിദേശത്തേക്ക് UK പോകുമ്പോൾ അത് രാജ്മോളാണ്. രാജ്മോളുടെ വിസയിൽ കുടുംബത്തെ മുഴുവനും സംരക്ഷിക്കാം എന്ന ഒരു വിചാരത്തോടു കൂടിയാണ് ഇവിടുന്ന് പോകുന്നത്. അവിടെ ചെന്ന് 3 മാസത്തിനുള്ളിൽ തിരികെ നാട്ടിലേക്ക് കയറണമെന്ന രീതിയിലാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. അങ്ങനെ ഉടമ്പടിയെടുത്ത് അമ്മ മാതാവിൽ തങ്ങളുടെ ജീവിതത്തെ ഭരമേൽപ്പിച്ചുകൊണ്ട് UK പോയ കുടുംബം അവിടെ ചെന്ന് പ്രതിസന്ധിയിലേക്കാണ് ചെന്ന് ചാടുന്നത്. കാര്യങ്ങളൊന്നും അത്ര കണ്ട് ശരിയാവുന്നില്ല. സ്പോൺസർഷിപ്പ് വിസ കിട്ടുന്നില്ല, ജോലി നല്ലതൊന്നും കണ്ടെത്താനാവുന്നില്ല. അപ്പോൾ ആകെ ഒരു പരിഭ്രമത്തിൻ്റെയും ആകുലതയുടെയും നാളുകളിലേക്കാണ് ആ കുടുംബം ചെന്ന് വീഴുന്നത്. പക്ഷേ രാജ്മോൾക്കും സനീഷിനും ഉടമ്പടി എന്തെന്ന് അക്രൈസ്തവരാണെങ്കിൽ കൂടിയും വളരെ നന്നായി മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് രാജ്മോൾ പറഞ്ഞത്, എനിക്കെൻ്റെ വിസ ശരിയായി കിട്ടുന്നത് വരെയും ഞാൻ വിശേഷ വിധിയായി ഉപവസിച്ചുകൊണ്ട് എൻ്റെ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുക്കുകയാണെന്ന്. ചില്ലറ ദിവസമൊന്നുമല്ല രാജ്മോൾ ഉപവസിച്ചത്. ഏതാണ്ട് 2 മാസത്തിലേറെ നിരന്തരം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് അമ്മയോട് തന്നെ നിയോഗം കൊടുക്കുന്നത്. അത് വലിയ സഹനത്തിൻ്റെ ഒരു ജീവിതമാണ്. പറഞ്ഞു, ഓണം വന്നു, ഓണത്തിന് പോലും ഭക്ഷണം കഴിക്കുവാനാവാത്ത വിധം അമ്മയുടെ കരങ്ങളിൽ ഈ വിസ കിട്ടുന്നത് വരെ, അമ്മ മാതാവ് ഇതിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നത് വരെ ഞാൻ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ത്യാഗത്തോടെ ഈ ഉടമ്പടി ജീവിക്കുകയാണെന്ന് തീരുമാനിക്കുന്നത്. എന്നിട്ട് രാജ്മോൾ പറയുന്നുണ്ട്, ഞാൻ കരുതി എൻ്റെ ഡിപ്പെൻഡൻ്റായിട്ട് എൻ്റെ ജീവിത പങ്കാളിയും മകളുമൊക്കെ ജീവിക്കുമെന്ന്. എന്നാൽ അമ്മ ഒരുക്കി വെച്ചത് ജീവിത പങ്കാളിയുടെ ഡിപ്പെൻഡൻ്റായിട്ട് രാജ്മോളെയും മകളെയും അവിടെ ഉറപ്പിക്കുവാനായിട്ടാണ്. അത് സനീഷ് പറയുന്നുണ്ട്, ഒരു അസുഖം വന്നു, ഓപ്പറേഷൻ ഹിരണ്യടത് വന്നു, അതിനെനിക്ക് കാരണമായി. എന്തുകൊണ്ട് ഇവിടെ വന്നിട്ട് വലിയ ചിലവുള്ള ഒരു ശസ്ത്രക്രിയയ്ക്ക് ഞാൻ വിധേയനാവുന്നുവെന്ന് ആദ്യം ഞാൻ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഓരോന്നിനും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ടെന്നും ദൈവം നാശത്തിലേക്കല്ല ക്ഷേമത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മളെ നയിക്കുന്നുവെന്നും വേഗത്തിൽ മകന് മനസ്സിലാവുകയും അത് ആ ഓപ്പറേഷന് വിധേയനായ ഒരു ചീട്ട്, ആ ഫോം മകന് പിന്നീട് വിസയ്ക്കും ആ ജീവിതത്തിൻ്റെ കരിപ്പിടിപ്പിക്കുന്നതിനും ഒരു ബിസിനസ് തുടങ്ങുന്നതിനും ഒക്കെ ഉപകാരപ്പെട്ടുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവർക്കുണ്ടായിരുന്നൊരു സങ്കടം, ഉടമ്പടി എടുത്തിട്ട് അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് കിട്ടിയില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇവർ അറിയുന്നത്, ഇവരവിടെ ചെന്ന് ഇവർ UK 1 മാസം കഴിയുമ്പോൾ അച്ഛൻ അവിടെ എത്തുകയാണ് ധ്യാനിപ്പിക്കുവാനായിട്ട്. അവിടെ ധ്യാനം കൂടുന്നു, അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുന്നു. ആകെ പരിഭ്രമത്തിലായിരുന്ന, അനിശ്ചിതത്വത്തിലായിരുന്ന അവിടെയുള്ള ജീവിതവും ജോലിയും സാമ്പത്തിക മേഖലകളും ഒക്കെ സംരക്ഷിക്കപ്പെടുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളോട് എപ്പോഴും പറയും, ദൈവാത്മാവിന് വിധേയപ്പെട്ട് നിൽക്കുക, അമ്മയുടെ കരങ്ങളിൽ മക്കളെപ്പോലെ ജീവിതത്തെ വിട്ടുകൊടുക്കുക, എളിമയോടുകൂടി ഉടമ്പടിയുടെ ഓരോ കാര്യവും വിശ്വസ്തതയിൽ ജീവിക്കുവാൻ തയ്യാറാവുക. ക്ലേശങ്ങൾ കൂടുന്നുവെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയത്വം കൂട്ടിക്കൊണ്ടിരിക്കുക. വിശേഷപതിയായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ജീവിതം കൊണ്ട് തീരുമാനിക്കുമ്പോൾ ദൈവം ഇല്ലാത്ത അനുഗ്രഹങ്ങൾ പോലും നമുക്കൊരുക്കി തന്നുകൊണ്ട് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ ഒരു കണ്ണീരും മിച്ചം വയ്ക്കാതെ തുടച്ചെടുത്തുകൊണ്ട് കരുതി സന്തോഷം പകരുന്നത് അനുഭവിക്കുവാനാവും. ഈ മക്കൾ പറയുന്നുണ്ട്, 2 ആഴ്ചത്തെ അവധിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഈ നാളുകളിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തണം. 2, അമ്മ മാതാവിൻ്റെ അഖണ്ഡ ജപമാല റാലിയിൽ സന്തോഷത്തോടെ പങ്കുചേരണം. വെറുതെ പങ്കുചേരുകയല്ല, 1 മാസത്തോളം ഉപവസിച്ച് ആത്മശരീരങ്ങളെ വിശുദ്ധീകരിച്ച് ജീവിതത്തിൽ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന നിയോഗങ്ങൾ അനുഗ്രഹമാകുവാൻ വേണ്ടി പൂർണ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജപമാല റാലിയിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മൾ എത്ര കണ്ട് ദൈവത്തെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, ജീവിതത്തിൽ ദൈവത്തിന് വില കൊടുക്കുന്നു, അമ്മ മാതാവിന് സ്ഥാനം കൊടുക്കുന്നു, അത് നമ്മുടെ ജീവിത വിഷയങ്ങൾക്കുള്ള അനുഗ്രഹമായി തീരും. അതുറപ്പാണ്. അതാണ് ഈ മക്കൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇല്ലായ്മയിൽ നിന്ന്
എല്ലാം സൃഷ്ടിച്ച് നൽകിയവൻ ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളിൽ നിന്ന് സുരക്ഷിതമായി കരകയറുവാനും 3 മാസത്തിനുള്ളിൽ നാട് വിടേണ്ടി വരുമെന്ന് കരുതിയവർ 3 വർഷത്തേക്കുള്ള വിസ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതം ശുഭകരമാക്കിയ അമ്മയുടെ തിരുസന്നിധിയിൽ നന്ദി പറയുന്നു. നമ്മുടെ ജീവിതങ്ങളെ പ്രാരാബ്ദങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മക്കൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന്, ആത്മീയ ബോധ്യങ്ങൾക്ക്, ജീവിത കാഴ്ചപ്പാടുകൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.